ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ശബ്ദം കൂടുതൽ കരുത്താർജിക്കുകയാണ്. പക്ഷേ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഇന്ത്യയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കേന്ദ്ര വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ന്യൂഡൽഹിയിൽ വെച്ച് നടന്ന നിർണായകമായ ഒരു കൂടിക്കാഴ്ചയ്ക്കിടയിലാണ് ഇന്ത്യയുടെ ഈ ഒരു കടുത്ത നിലപാട് അദ്ദേഹം അറിയിച്ചത്. പോളണ്ട് ഉപപ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രിയുമായ റാഡ്സ്റ്റോ സിക്കോർസ്കിയുമായി നടത്തിയ ചർച്ചയിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ചുള്ള ഭീകരവാദവും റഷ്യ യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നിലപാടും ജയശങ്കർ തുറന്നു പറഞ്ഞു. കൃത്യമായ വാക്കുകളിൽ പറഞ്ഞാൽ സെലക്ടീവ് ടാർഗറ്റിംഗ് ഓഫ് ഇന്ത്യ ഈസ് അൺഫെയർ ആൻഡ് അൺജസ്റ്റിഫൈഡ്. അതായത് ഇന്ത്യയെ മാത്രം തിരഞ്ഞുപിടിച്ച് കുറ്റപ്പെടുത്തുന്നത് ഒട്ടും ന്യായീകരിക്കാനാവാത്തതും അനീതിയുമാണ്. ഇന്ത്യയുടെ വിദേശ നയതന്ത്ര രംഗത്തെ കരുത്തുറ്റ ശബ്ദം വീണ്ടും ആഗോളതലത്തിൽ ശ്രദ്ധേയമാവുകയാണ്. അങ്ങനെ ആഗോള നയതന്ത്രത്തിന്റെ ലോകത്ത് ഇന്ത്യ ഇപ്പോഴും വിശ്വസിക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ്: തുല്യനീതി. ഈ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ പ്രസക്തി? യുക്രൈൻ യുദ്ധത്തിലും ഭീകരവാദത്തിലും ഇന്ത്യയുടെ നിലപാട് എന്താണ്? പരിശോധിക്കാം. ഇന്ത്യയും പോളണ്ടും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന്റെ ഒരു പുതിയ അധ്യായത്തിനാണ് ഡൽഹി സാക്ഷ്യം വഹിച്ചത്. ഭീകരവാദത്തിനെതിരെ സീറോ ടോളറൻസ് എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയാണെന്ന് ജയശങ്കർ പോളണ്ട് ഉപപ്രധാനമന്ത്രിയെ ഓർമ്മിപ്പിച്ചു. ചില അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയെ മാത്രം ലക്ഷ്യം വെച്ച് സംസാരിക്കുന്ന ശൈലി അംഗീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദം ഏത് രൂപത്തിലായാലും അത് ഏത് തരത്തിലായാലും അതിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. അവിടെ നല്ല ഭീകരൻ, ചീത്ത ഭീകരൻ എന്ന വേർതിരിവും ഉണ്ടാവില്ല. പോളണ്ട് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ ഭീകരവാദ വിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യയോടൊപ്പം നിൽക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സത്യത്തിൽ ഇതിനൊരു കാരണമുണ്ട്. കഴിഞ്ഞ ഒക്ടോബറിൽ സിക്കോർസ്കി പാകിസ്ഥാൻ സന്ദർശിച്ചിരുന്നു. അവിടെ വെച്ച് പുറത്തിറക്കിയ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിൽ കശ്മീർ വിഷയം പരാമർശിച്ചത് ഇന്ത്യയെ ചൊടിപ്പിച്ചിരുന്നു. ഇതിനുള്ള മറുപടി എന്നോണം ഭീകരവാദത്തിന്റെ കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്ന് ജയശങ്കർ നേരിട്ട് വ്യക്തമാക്കുകയായിരുന്നു. ഭീകരവാദത്തെ തുരത്താൻ പോളണ്ട് ഇന്ത്യക്കൊപ്പം നിൽക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. ഇതിനു പുറമെ പ്രതിരോധം, വ്യാപാരം, ഊർജ്ജം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. ചർച്ചയിലെ മറ്റൊരു പ്രധാന വിഷയം എന്ന് പറയുന്നത് റഷ്യ യുക്രൈൻ യുദ്ധമായിരുന്നു. പോളണ്ട് യുക്രൈനിന്റെ അയൽരാജ്യമാണ് എന്നതുകൊണ്ട് തന്നെ ഈ യുദ്ധം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. ഇന്ത്യയുടെ നിലപാട് ജയശങ്കർ ഒരിക്കൽ കൂടി സിക്കോർസ്കിയുമായി പങ്കുവച്ചു. റഷ്യയിൽ നിന്ന് ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിന്റെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ ഇന്ത്യയെ നിരന്തരം കുറ്റപ്പെടുത്താറുണ്ട്. ഇതിനെയാണ് ജയശങ്കർ സെലക്ടീവ് ടാർഗറ്റിംഗ് എന്ന് വിളിച്ചത്. യൂറോപ്പിലെ പല രാജ്യങ്ങളും ഇന്നും പല രീതിയിൽ റഷ്യയുമായി ബന്ധം തുടരുമ്പോൾ ഇന്ത്യയെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും നീതീകരിക്കാനാവില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പോളണ്ട് വിദേശകാര്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചത് ശ്രദ്ധേയമാണ്. അമേരിക്കൻ താരിഫ് പോളിസികൾ ആഗോള വ്യാപാരത്തിൽ വലിയ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും ഇന്ത്യയെ മാത്രം ടാർഗറ്റ് ചെയ്യുന്നത് ശരിയല്ലെന്നും അദ്ദേഹം സമ്മതിക്കുകയായിരുന്നു. എങ്കിലും റഷ്യയുടെ സൈനിക നടപടികളെ ഇന്ത്യ പിന്തുണയ്ക്കരുത് എന്ന തങ്ങളുടെ പഴയ നിലപാട് പോളണ്ട് ആവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊരു യുദ്ധത്തിന്റെ യുഗമല്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിഖ്യാതമായ പ്രഖ്യാപനം ജയശങ്കർ പോളണ്ടിന് മുന്നിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു. യുദ്ധം കൊണ്ട് ഒരു പ്രശ്നവും പരിഹരിക്കപ്പെടില്ല എന്നും ചർച്ചകളിലൂടെയും അതുപോലെ നയതന്ത്രത്തിലൂടെയും മാത്രമേ സമാധാനം കൊണ്ടുവരാൻ സാധിക്കൂ എന്നും ഇന്ത്യ വ്യക്തമാക്കി. യുക്രൈനിലെ മാനുഷിക പ്രതിസന്ധിയിൽ ഇന്ത്യയുടെ സഹായം തുടരുമെന്നും ഇരുപക്ഷത്തെയും ചർച്ചയുടെ മേശയിലേക്ക് കൊണ്ടുവരാൻ എപ്പോഴും സന്നദ്ധമാണെന്നും അദ്ദേഹം അറിയിച്ചു. വ്യാപാര ബന്ധത്തിന്റെ കാര്യത്തിലും ഈ ഒരു കൂടിക്കാഴ്ച വലിയൊരു വഴിത്തിരിവായിരുന്നു. നിലവിൽ മധ്യ യൂറോപ്പിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് പോളണ്ട്. ഏകദേശം $6 ബില്യൺ മുകളിലാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വാർഷിക വ്യാപാരം. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ 200% വർധനവാണ് ഇത് സൂചിപ്പിക്കുന്നത്. പോളണ്ടിൽ ഇന്ത്യൻ കമ്പനികൾ മാത്രം ഏകദേശം $3 ബില്യൺ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അത് അവിടെയുള്ള ആയിരക്കണക്കിന് ആളുകൾക്ക് ജോലി നൽകുന്നുമുണ്ട്. ഡിഫൻസ്, ക്ലീൻ ടെക്നോളജി, ഡിജിറ്റൽ ഇന്നൊവേഷൻ എന്നീ മേഖലകളിൽ പുതിയ സഹകരണത്തിന് ആക്ഷൻ പ്ലാൻ 2024-28 ഇരു രാജ്യങ്ങളും ധാരണയായിട്ടുണ്ട്. അതുപോലെ ഫാർമസ്യൂട്ടിക്കൽസ്, IT, ഫുഡ് പ്രോസസിംഗ് എന്നീ മേഖലകളിൽ ഇന്ത്യൻ കമ്പനികൾക്ക് പോളണ്ടിൽ കൂടുതൽ അവസരങ്ങൾ നൽകുമെന്ന് സിക്കോർസ്കി ഉറപ്പു നൽകി. കൂടാതെ പോളണ്ടിലെ തൊഴിൽ മേഖലയിൽ ഇന്ത്യൻ പ്രൊഫഷണലുകളുടെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു. 2024 പ്രധാനമന്ത്രി നരേന്ദ്രമോദി പോളണ്ട് സന്ദർശിച്ചതോടെയാണ് ഈ ഒരു ബന്ധം സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പായി മാറിയത്. ആ ബന്ധം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തിക്കാനാണ് ഈ കൂടിക്കാഴ്ചയിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പോൾ ഈ കൂടിക്കാഴ്ചയിലെ 3 പ്രധാന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഒന്ന്, പാകിസ്ഥാൻ ബന്ധം. പോളണ്ട് പാകിസ്ഥാനുമായി അടുക്കുന്നത് ഇന്ത്യ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ട്. ഭീകരവാദത്തോട് സീറോ ടോളറൻസ് അല്ലെങ്കിൽ ഭീകരവാദ വിഷയത്തിൽ പോളണ്ട് വ്യക്തമായ നിലപാട് എടുക്കണമെന്നത് ഇന്ത്യയുടെ ടോപ്പ് പ്രയോറിറ്റിയാണ്. അടുത്തത് റഷ്യ ഫാക്ടറാണ്. റഷ്യയുമായുള്ള ഇന്ത്യയുടെ ബന്ധം യൂറോപ്പിനെ ഇപ്പോഴും അസ്വസ്ഥമാക്കുന്നുണ്ട്. പക്ഷേ സ്വന്തം താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഇന്ത്യക്ക് അവകാശമുണ്ടെന്ന് ജയശങ്കർ വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. മൂന്നാമത്തേത് യൂറോപ്യൻ യൂണിയൻ ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് ആണ്. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാറിനെ പോളണ്ട് പിന്തുണയ്ക്കുന്നുണ്ട്. വരാനിരിക്കുന്ന ഇന്ത്യ-EU ഉച്ചകോടിയിൽ ഇതിൽ വലിയ തീരുമാനങ്ങൾ ഉണ്ടായേക്കും. ഇനി എന്തുകൊണ്ടാണ് പോളണ്ടുമായുള്ള ഈ ഒരു കൂടിക്കാഴ്ച ഇന്ത്യക്ക് ഇത്ര പ്രധാനമാകുന്നത് എന്നത് നോക്കണം. യൂറോപ്യൻ യൂണിയനിൽ അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് പോളണ്ട്.
റഷ്യ യുക്രൈൻ സംഘർഷത്തിൽ ഒരു നിർണായക പങ്കുവഹിക്കുന്ന രാജ്യമായതിനാൽ യൂറോപ്പിലെ രാഷ്ട്രീയ മാറ്റങ്ങൾ അടുത്തറിയാൻ പോളണ്ടുമായുള്ള സൗഹൃദം ഇന്ത്യയെ സഹായിക്കും. സമാധാനത്തിന്റെ ഒരു ഗ്ലോബൽ ബ്രിഡ്ജായി പ്രവർത്തിക്കാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഇത്തരം കൂടിക്കാഴ്ചകൾ. ചുരുക്കത്തിൽ ലോകം വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇന്ത്യ ആരെയും ഭയപ്പെടാതെ സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കുകയാണ്. ലോകത്തെ ഏത് വൻ ശക്തിയോടും സ്വന്തം നിലപാടുകൾ കൃത്യമായി പറയാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നത് ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന കാര്യമാണ്. പോളണ്ടുമായുള്ള ഈ തർക്കങ്ങളും ചർച്ചകളും അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യയുടെ ഡിപ്ലോമാറ്റിക് കരുത്ത് വർദ്ധിപ്പിക്കുന്നതാണ്. ഭീകരവാദത്തിനെതിരെ ലോകം ഒന്നിക്കണമെന്ന ഇന്ത്യയുടെ ആവശ്യം യൂറോപ്പ് എത്രത്തോളം ഗൗരവമായി എടുക്കുമെന്ന് നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.